നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പശ്ചിമേഷ്യൻ യുദ്ധം പരിഹരിക്കാൻ പാകിസ്ഥാൻ ഇവരെ ചർച്ചയ്ക്ക് വിളിച്ചു. പാകിസ്ഥാൻ വലിയ നയതന്ത്രജ്ഞതയുള്ള രാജ്യമാണല്ലോ. പാകിസ്ഥാൻ ചർച്ചയ്ക്ക് വിളിച്ചു. അമേരിക്കയും വന്നു, ഇറാനും വന്നു, അവരുടെ പ്രതിനിധികളൊക്കെ വന്നു, ഉണ്ട് തിന്നു പോയി. ഇവരെ താമസിപ്പിച്ചത് ഇസ്ലാമാബാദിലെ സെറീന ഹോട്ടലിലാണ്, ആഗാ ഖാൻ നെറ്റ്വർക്ക്. പക്ഷേ ഹോട്ടൽ ബില്ലടയ്ക്കാൻ കാശില്ല. ആകെ നാണം കെട്ട അവസ്ഥയിലായി പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇതിനോടകം തന്നെ പാകിസ്ഥാന് ധനപ്രതിസന്ധി വളരെയധികം രൂക്ഷമാണ്. ഊർജ്ജ പ്രതിസന്ധി കൊണ്ട് ആവോളം തന്നെ ഉണ്ട് എന്ന് പറയാം. അങ്ങനെ ഈ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് പാകിസ്ഥാന് ഇത്തരത്തിലുള്ളൊരു ബുദ്ധി തോന്നിയത്, അല്ലെങ്കിൽ പാകിസ്ഥാൻ ഇങ്ങനൊരു അവസരം വന്നു ചേർന്നത്. കാരണം പാകിസ്ഥാൻ എന്ന് പറയുന്നത് അമേരിക്കയുടെ ഒരു വാലാട്ടിയാണ്. അതുകൊണ്ട് തന്നെ അമേരിക്ക കുറച്ചൊരു ഫേവർ ചെയ്തു കൊടുത്തു. പാകിസ്ഥാൻ ഇങ്ങനൊരു ചർച്ച എടുത്ത് വിജയിച്ചു കഴിഞ്ഞാൽ കുറച്ച് കാശ് കൊടുക്കാമെന്ന്. അത് ട്രംപ് തന്നെ ആയിരിക്കണം പറഞ്ഞിട്ടുണ്ടാവുക. അങ്ങനെ ഈ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് പാകിസ്ഥാൻ ആളെ കൂട്ടി. പക്ഷേ അപ്പോഴും അമേരിക്കയ്ക്ക് ഒരു ബുദ്ധി ഉണ്ടായിരുന്നു. ഈ ചർച്ച അലസി പിരിയും എന്ന് അമേരിക്കയ്ക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. പക്ഷേ JD വാൻസ് വന്നു, അതോടൊപ്പം തന്നെ ഇറാൻ്റെ പ്രതിനിധിയൊക്കെ വന്നു. അവിടെ ചർച്ച ഗംഭീരമായി നടന്നു. ഇറാൻ വെച്ച പോയിൻ്റുകളിൽ അമേരിക്കയും അമേരിക്ക വെച്ച പോയിൻ്റുകളിൽ ഇറാനും പരസ്പരം അംഗീകരിക്കുവാൻ തയ്യാറായില്ല. അതായത് ഇറാൻ വെച്ചത് ഇറാൻ ഇനിയും അവരുടെ യുറേനിയം സമ്പുഷ്ടീകരണം നടത്തണം, ഇറാൻ കാര്യമായ രീതിയിൽ മുന്നോട്ട് പോകണം. ഇങ്ങനെ കുറച്ചധികം വിഷയങ്ങൾ ഇറാൻ മുന്നോട്ട് വെച്ചു. അതോടൊപ്പം തന്നെ മധ്യേഷ്യയിലെ വിവിധ സൈനിക താവളങ്ങളിൽ നിന്ന് അമേരിക്ക ഒഴിഞ്ഞു പോകണമെന്ന് പോലും ആദ്യ സമയങ്ങളിൽ ഇറാൻ പറഞ്ഞിരുന്നു. അങ്ങനെ പല രീതിയിലുള്ള പോയിൻ്റുകൾ ഇറാൻ മുന്നോട്ട് വച്ചിരുന്നു. ഇതൊന്നും തന്നെ അമേരിക്ക അംഗീകരിക്കുവാൻ തയ്യാറായില്ല. ഇനി അമേരിക്ക വെച്ച പല പോയിൻ്റുകളുമുണ്ട്. അതായത് ഈ യുറേനിയം സമ്പുഷ്ടീകരണം ഇറാൻ നടത്തുവാൻ പാടില്ല. ഒരു ഇൻ്റർനാഷണൽ ഏജൻസിയെ, IAEA പോലുള്ള നെറ്റ്വർക്കിനെ ഏജൻസിയെ ഇറാൻ്റെ ഈ യുറേനിയം സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ശ്രദ്ധിക്കുവാൻ വേണ്ടിയിട്ട് വിനിയോഗിക്കണം. അങ്ങനെ നിയോഗിച്ചതിന് ശേഷം അവർ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് UN അറിയിക്കുന്നതാണ്. ഇതിനൊന്നും ഇറാൻ വഴങ്ങിക്കൊടുക്കുവാൻ തയ്യാറായില്ല. അങ്ങനെ ചർച്ച അലസിപ്പിരിഞ്ഞു. ഇതെന്തായാലും ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അമേരിക്ക ഇറാനെതിരെ വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചു. ഇസ്രായേൽ ഇതിനോടകം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമേരിക്ക ഇങ്ങനൊരു ചർച്ചയ്ക്ക് പോയാലും ഇസ്രായേൽ ഈ ചർച്ചയ്ക്ക് റെഡിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഈ ചർച്ച പ്രധാനമായിട്ടും നടക്കുന്നത് പാകിസ്ഥാൻ്റെ മണ്ണിലാണ്. അതോടൊപ്പം തന്നെ പാകിസ്ഥാനാണ് ഇതിൻ്റെ പ്രധാനമായിട്ടും ഈ ചർച്ചയുടെ മധ്യസ്ഥത വഹിക്കുന്നത്. ഒരു ഗ്ലോബൽ ടെററിസ്റ്റ് രാജ്യം, ഒരു അന്താരാഷ്ട്ര ഭീകരവാദ രാജ്യം പറയുന്ന കാര്യങ്ങൾ കേട്ടുകൊണ്ട് അവരുടെ നാട്ടിലൊന്നും പോകാൻ പറ്റില്ല എന്ന് ഇസ്രായേൽ ഇതിനോടകം തന്നെ അമേരിക്കയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ചർച്ച എന്തായാലും വിജയിക്കുമെന്ന് തോന്നുന്നുണ്ടായിരുന്നില്ല. പക്ഷേ അമേരിക്ക അവിടെ എത്തി. ഈ ചർച്ച പരാജയപ്പെട്ടു. അതിനു മുന്നേ തന്നെ ഈ ഇസ്രായേൽ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ ഇതിൽ വലിച്ചഴക്കേണ്ട ഒരു കാര്യവുമില്ല. അതായത് ഗാസയിലെ പീസ് ബോർഡുമായി ബന്ധപ്പെട്ട് പോലും പാകിസ്ഥാനെ അങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യുകയായിരുന്നു അമേരിക്ക. അതൊരിക്കലും നടക്കില്ല. കാരണം ഇങ്ങനൊരു ഭീകരവാദ രാജ്യം, ഹമാസുമായി പോലും ബന്ധമുള്ള ഈ ഭീകരവാദ രാജ്യം മധ്യസ്ഥത പറയുന്ന ഇടത്തേക്ക് തങ്ങൾക്ക് വരാൻ പറ്റില്ല എന്ന് ഇസ്രായേൽ വളരെ വ്യക്തമായിട്ടാണ് അമേരിക്കയോട് പറഞ്ഞത്. പക്ഷേ അമേരിക്കയുടെ താല്പര്യം മുൻനിർത്തിക്കൊണ്ട് അവിടെ ക്ഷണിച്ചു വരുത്തി. അത് ഒരു വിധത്തിൽ അങ്ങനെ മാറി നിൽക്കുകയാണ്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ ഇറാനിലുള്ള യുദ്ധം നടക്കുന്നത്. അപ്പോൾ ഇറാൻ യുദ്ധം പരിഹരിക്കുവാനും പാകിസ്ഥാൻ മുന്നിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പാകിസ്ഥാൻ്റെ ഈ ഒരു നയതന്ത്ര ചർച്ചയ്ക്കും ഇസ്രായേൽ വഴങ്ങിക്കൊടുക്കില്ല എന്ന് പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ ഇസ്രായേലിനെതിരെ വലിയ രീതിയിലുള്ള ആരോപണമാണ് അവിടുത്തെ പ്രതിരോധ വകുപ്പ് മന്ത്രിയായ ഖ്വാജ ആസിഫ് പറഞ്ഞത്. ഈ ഖ്വാജ ആസിഫ് ഇങ്ങനെ പറയുന്നത് വളരെയധികം രൂക്ഷമായിട്ടാണ് ഇസ്രായേലിനെതിരെ ഖ്വാജ ആസിഫ് പറഞ്ഞത്. വളരെ നരാധമന്മാരുടെ രാജ്യം, ഇങ്ങനൊരു രാജ്യത്തെ നമുക്ക് കാണുവാനേ കഴിയില്ല, ലോകത്തെ ഉന്മൂലനം ചെയ്യുവാൻ നടക്കുന്ന രാജ്യം, ഹോസ്പിറ്റലുകൾക്ക് നേരെയും വിദ്യാലയങ്ങൾക്ക് നേരെയും ഒക്കെ വലിയ ആക്രമണങ്ങൾ നടത്തുവാനായിട്ട് ഒരു മടിയുമില്ലാത്ത രാജ്യം എന്ന തരത്തിൽ വലിയ രീതിയിലുള്ള ആരോപണങ്ങളാണ് ഇസ്രായേലിന് നേരെ പാകിസ്ഥാൻ്റെ പ്രതിരോധ വകുപ്പ് മന്ത്രിയായ ഖ്വാജ ആസിഫ് പറഞ്ഞത്. അങ്ങനെ ഈ ഇസ്രായേലിനെ അങ്ങേയറ്റം താറടിച്ച് കാണിക്കുകയായിരുന്നു പാകിസ്ഥാൻ. അപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ
പാകിസ്ഥാൻ മുന്നോട്ട് പോയപ്പോൾ അപ്പോൾ തന്നെ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം ഉണ്ടായിരുന്നു, നെതന്യാഹുവിൻ്റെ ഭാഗത്തുള്ള പ്രതികരണം. കാരണം പാകിസ്ഥാനെ പോലൊരു ഗ്ലോബൽ ഭീകരവാദ രാജ്യത്തിന്, ഒരു അന്താരാഷ്ട്ര ഭീകരവാദ രാജ്യത്തിന് ഇസ്രായേലിനെ പറയുവാനുള്ള ഒരു തരത്തിലുള്ള അർഹതയുമില്ല. ഇസ്രായേൽ വളരെ ജനാധിപത്യപരമായി മുന്നോട്ട് നീങ്ങുന്ന രാജ്യമാണ്. പിന്നെ അവർക്കെതിരെ ഇത്തരത്തിലുള്ളൊരു ആക്രമണം നടത്തും എന്ന് പ്രഖ്യാപിച്ച ഇറാനെ പോലൊരു രാജ്യത്തിനെതിരെ ആക്രമണം നടത്തി ഇസ്രായേൽ. അതിന് അവർക്ക് ധാർമ്മികമായ അർഹതയുമുണ്ട്. കാരണം 2047 ഇസ്രായേലിനെ ഈ ഭൂമുഖത്ത് നിന്ന് ഉന്മൂലനം ചെയ്യും എന്ന് പറഞ്ഞു നടക്കുന്ന ഒരു രാജ്യം, ആ രാജ്യം അണുബോംബ് നിർമ്മിക്കുവാൻ പോകുന്നു. ഈ അണുബോംബ് നിർമ്മിച്ചതിന് ശേഷം ഇറാൻ ആദ്യത്തെ പരീക്ഷണം നടത്തുന്നത് ഇസ്രായേലിൻ്റെ മണ്ടയ്ക്ക് തന്നെയായിരിക്കും. അത്തരത്തിൽ ഇസ്രായേലിൻ്റെ മണ്ടയ്ക്ക് ഇതേപോലൊരു ആക്രമണം നടത്തുന്നതിലും ഭേദമല്ലേ തങ്ങൾ ഈ സമയത്ത് ഇറാന് നേരെ ആക്രമണം നടത്തുന്നതെന്ന് ചിന്തിച്ചാൽ അവരെങ്ങനെയാണ് തെറ്റു പറയാൻ കഴിയുക? ആ രീതിയിലാണ് ഇറാൻ ഈ ഒരു പ്രശ്നത്തെ മുന്നോട്ട് കൊണ്ടുപോയത്. അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ ഇത്തരത്തിലുള്ളൊരു ആക്രമണം നടത്തിയത്. ഇസ്രായേൽ ആക്രമണം നടത്തിയപ്പോൾ ഒപ്പം കൂടാൻ അമേരിക്കയും ഉണ്ടായി. അങ്ങനെ യുദ്ധം വളരെ ഗംഭീരമായി. ഇറാന് വലിയ രീതിയിലുള്ള സർവനാശമാണ് സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ കേരളത്തിലൊക്കെ ചില മാധ്യമങ്ങൾ ഇറാനെ വലിയ രീതിയിലുള്ള പ്രേമിക്കുന്നുണ്ട്. വലിയ രീതിയിലുള്ള പ്രേമമാണ് ഇറാനോട്. എന്താണ് എന്ന് അറിയില്ല. ഇറാൻ കാണിച്ച അത്രയും ക്രൂരത എന്തായാലും ഒരുപക്ഷെ ഇസ്രായേലോ അമേരിക്കയോ പോലും കാണിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം 45,000-ഓളം ഇറാനിയൻ യുവാക്കളെയാണ് അവിടുത്തെ ഖമേനിയൻ ഭരണകൂടം കൊന്നു തള്ളിയത്. ഒരു രാജ്യത്തിൻ്റെ 45,000-ഓളം പൗരന്മാരെ കൊന്നു തള്ളുന്ന ഒരു രാജ്യത്തെ എങ്ങനെയാണ് അംഗീകരിക്കുവാൻ കഴിയുക? അത്രയേറെ ഭയാനകവും ഭീകരവുമായ ആക്രമണമാണ് അവർ നടത്തിയ പ്രതിഷേധത്തിന് എതിരെ ഇറാനുള്ളിൽ നടന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഒരു രാജ്യത്തിനെതിരെ ഈ രാജ്യത്തിനെ സപ്പോർട്ട് ചെയ്യാൻ എങ്ങനെയാണ് കഴിയുക? അപ്പോൾ ആ ഒരു രാജ്യത്തിനെതിരെയാണ് അമേരിക്കയും ഇസ്രായേലും ആക്രമണം നടത്തി. അതിന് തെറ്റൊന്നും പറയുവാനായിട്ട് കഴിയില്ല. ആ ആക്രമണം നടത്തിയതിന്, അതായത് അവിടുത്തെ പൗരന്മാർക്ക് നേരെ ഇറാൻ തൊടുത്തുവിട്ട ഇത്തരം കാര്യങ്ങളുടെ പേരിലല്ല ഇസ്രായേലും അമേരിക്കയും ഇറാനെ ആക്രമിച്ചത്. ഇറാൻ്റെ മറ്റു ചെയ്തികൾ കൊണ്ട് തന്നെയാണ്. കാരണം ഇറാൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടേണ്ട കാര്യം ഇസ്രായേലിനോ അമേരിക്കയ്ക്കോ ഇല്ല. അപ്പോൾ അങ്ങനെ ഈ പ്രശ്നം കൊടുമ്പിരി കൊണ്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് പല രീതിയിലുള്ള ആക്രമണവും ഇറാൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അതായത് പ്രത്യേകിച്ച് മധ്യേഷ്യ, ഇറാനെ ഒരു രീതിയിലും ദ്രോഹിക്കാത്ത മധ്യേഷ്യയിലെ ജനവാസ മേഖലയിലേക്ക് ഇറാൻ വളരെ ശക്തമായ ആക്രമണമാണ് നടത്തിയത്. അമേരിക്കയുടെ സൈനിക താവളങ്ങളാണ് ആക്രമിക്കുകയാണെങ്കിൽ അമേരിക്കയുടെ സൈനിക താവളങ്ങളിൽ ആക്രമിച്ചാൽ പോരെ, എന്തിനാണ് മധ്യേഷ്യയിലെ മറ്റു ഭാഗങ്ങളിലേക്ക് ആക്രമണം നടത്തിയത്? അവിടുത്തെ ജലസംഭരണ കേന്ദ്രങ്ങൾ, എണ്ണ ശുദ്ധീകരണശാലകൾ, എണ്ണ പ്ലാന്റുകൾ, എണ്ണ കിണറുകൾ, ഈ ഭാഗങ്ങളിലൊക്കെയും എണ്ണ പൈപ്പ് ലൈനുകൾ, ഈ ഭാഗങ്ങളിലൊക്കെയും ഇറാൻ്റെ ശക്തമായ ആക്രമണമാണ് നടന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ആക്രമണം നടത്തുവാൻ വേണ്ടിയിട്ട് ഇറാനെ പിന്തുണച്ചതോ ചൈനയും റഷ്യയും. ചൈനയും റഷ്യയും നടത്തിയ അല്ലെങ്കിൽ നൽകിയ ഈ പിന്തുണ സ്വീകരിച്ചുകൊണ്ട് ഇറാൻ ഈ മേഖലയിലൊക്കെയും വലിയ ശക്തമായ ആക്രമണം നടത്തി മധ്യേഷ്യൻ മേഖലയെ അപ്പാടെ അരാജകത്വത്തിലേക്കാണ് നയിച്ചിരിക്കുന്നത്. ഏകദേശം 4 ലക്ഷത്തോളം ആൾക്കാരെയാണ് ഇന്ത്യ അവിടെ നിന്ന് ഭാരതത്തിലേക്ക് തിരിച്ചെത്തിച്ചത്. അത്തരത്തിൽ വളരെ ശക്തമായ ആക്രമണമാണ് ഇറാൻ്റെ ഭാഗത്തുനിന്ന് മധ്യേഷ്യയിലേക്കുണ്ടായത്. അത്രയും ആക്രമണം ഇസ്രായേലിലേക്കുണ്ടായില്ല. പക്ഷേ ഇസ്രായേലിൻ്റെ ദിമോണ മേഖലയിലേക്ക്, നെഗേവ് ന്യൂക്ലിയർ റിസർച്ച് സെൻറ്ററിൻ്റെ മേഖലയിലേക്കൊക്കെ ഇറാൻ ആക്രമണം നടത്തി. ഇറാൻ്റെ ഈ നടത്തിയ ആക്രമണത്തിന് പ്രത്യാക്രമണം ഇസ്രായേലും നടത്തി. ഈ രീതിയിൽ കാര്യങ്ങൾ ഇറാനും ഇസ്രായേലും അമേരിക്കയും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണം നടത്തി. ആ ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് ഇസ്രായേലിനെയോ അമേരിക്കയോ മാത്രം കുറ്റപ്പെടുത്താൻ കഴിയുക? അങ്ങനെ കുറ്റപ്പെടുത്താനൊന്നും കഴിയില്ല. പക്ഷേ കേരളത്തിൽ നിന്നടക്കം ഭാരതത്തിൻ്റെ ചില പ്രദേശങ്ങളിൽ നിന്നൊക്കെയും വലിയ രീതിയിലുള്ള ഒരു വിമർശനമാണ് ഇസ്രായേലിന് നേരെ ഉണ്ടാകുന്നത്. അത്തരത്തിലുള്ള വിമർശനത്തിനൊന്നും ഒരു സാധ്യതയുമില്ല. ഇറാൻ ഒരു വലിയ നല്ല വളരെ നല്ലൊരു നന്മയുള്ള രാജ്യമൊന്നുമല്ല. ഇറാനെ കൃത്യമായ രീതിയിൽ ആക്രമിക്കേണ്ടതാണ്. ഇറാൻ്റെ ഈ IRGC ഭരണകൂടത്തെ തച്ചു തകർക്കേണ്ടത് തന്നെയാണ്. നേരത്തെ ഖമനായി ഭരണകൂടമായിരുന്നു, ഇപ്പോൾ ഭരിക്കുന്നത് IRGC ഭരണകൂടമാണ്. ഇതിനെ തച്ചു തകർക്കേണ്ടത് തന്നെയാണ്. ഇല്ലെങ്കിൽ ലോക ജനാധിപത്യത്തിന് തന്നെ ഇറാൻ വലിയ ഭീഷണിയുണ്ടാകും, അവിടുത്തെ നാട്ടുകാർക്കും വലിയ ഭീഷണിയുണ്ടാകും. അതുകൊണ്ട് തന്നെ ഇറാനോട് ക്ഷമിക്കേണ്ട ഒരു കാര്യവുമില്ല. ഇറാൻ ആക്രമിക്കപ്പെടുക തന്നെ വേണം എന്നുള്ളതിനകത്ത് ഒരു സംശയവുമില്ല. അപ്പോൾ അതിൻ്റെ ഒത്തുതീർപ്പ് ചർച്ചയാണ് നടക്കുന്നത്. ഈ ഒത്തുതീർപ്പ് ചർച്ചയിൽ ഇപ്പോൾ ഇറാന് ലഭിച്ചൊരു വലിയ അഹങ്കാരം എന്ന് പറയുന്നത് ചൈന ഇറാനെ പിന്തുണയ്ക്കുമെന്നതാണ്. ചൈനയോ റഷ്യയോ ഒക്കെ പിന്തുണയ്ക്കുമെന്നതിൻ്റെയൊക്കെ പേരിലാണ് ഇപ്പോഴും ഇറാൻ വലിയ വെല്ലുവിളിയൊക്കെ അമേരിക്കയ്ക്കും ഇസ്രായേലിനും നേരെ ഉയർത്തുന്നത്. പക്ഷേ ഇത് വെറും താൽക്കാലികമാണ് എന്നുള്ള കാര്യം ഇറാന് മനസ്സിലാകുന്നതേയില്ല. എന്തായാലും വരും സമയങ്ങളിൽ മനസ്സിലാകും. പാകിസ്ഥാൻ ഇതേപോലെ ചൈന പിന്തുണച്ചതാണ്. ഖ്വാദർ പോർട്ടൊക്കെ നിർമ്മിക്കുവാൻ വേണ്ടിയിട്ട് ചൈന പാകിസ്ഥാനിലെത്തിയതുമാണ്. പക്ഷേ
ചൈന ഇപ്പോൾ പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നില്ല, പാകിസ്ഥാനെ നടുക്കടലിലാക്കിയിരിക്കുകയാണ്. പാകിസ്ഥാൻ അപ്പാടെ സാമ്പത്തികമായി പ്രതിസന്ധി നേരിടുന്ന ഈ സാഹചര്യത്തിൽ പോലും കാശ് കൊടുത്തു. മറ്റൊരു രീതിയിലും സഹായിക്കുവാൻ ചൈന തയ്യാറേ അല്ല. അങ്ങനെയുള്ള ചൈനയുടെ വാക്കും കേട്ടുകൊണ്ടാണ് പാകിസ്ഥാൻ ഈ മധ്യസ്ഥ ചർച്ചയ്ക്ക് ഇറങ്ങിയത്. അതോടൊപ്പം തന്നെ അമേരിക്കയുടെയും കൂടെ ഒരു പിന്തുണയോടുകൂടിയാണ്. അമേരിക്കയാണ് പ്രധാനമായിട്ടും പറഞ്ഞത്. അമേരിക്ക അവരുടെ ഒരു വാലാട്ടിപ്പട്ടി എന്നുള്ള അവരുടെ ഒരു വേലക്കാരൻ എന്ന നിലയിൽ പാകിസ്ഥാനോട് പറഞ്ഞു. അത് കേട്ടുകൊണ്ട് അവിടെ വലിയ ഹോട്ടലും ബംഗ്ലാവുകളും ഒക്കെ എടുത്തുകൊണ്ട് ഇവരുമായിട്ട് ചർച്ച നടത്തി. പക്ഷേ ചർച്ച പരാജയപ്പെട്ടു. പാകിസ്ഥാൻ അടിമുടി നാറിയിരിക്കുന്ന ഒരവസ്ഥയാണ്. എന്തായാലും ഇന്ത്യയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ടും ഇന്ത്യയേക്കാൾ വലിയ രാജ്യമാണെന്നൊക്കെ കാണിക്കുവാൻ വേണ്ടിയിട്ടും വലിയ സൈനികമായിട്ടും അല്ലെങ്കിൽ സ്ട്രാറ്റജിക്കലിയും ഒക്കെ വലിയ രാജ്യമാണെന്ന് കാണിക്കുവാൻ വേണ്ടിയിട്ട് പാകിസ്ഥാൻ നടത്തിയ ഈ മൂവ് അപ്പാടെ തകർന്നു പോയിരിക്കുകയാണ്. ഇവിടുത്തെ പാകിസ്ഥാൻ സ്നേഹികളും കൂടെ മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. നിങ്ങളുടെ പാകിസ്ഥാൻ അടിമുടി തകർന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.